വളരെ എളുപ്പത്തിൽ കപ്പി കുറുക്കി ചേർക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസോളം ചെറു ചൂടുള്ള വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം പഴക്കമില്ലാത്ത ഈസ്റ്റ് ആണെങ്കിൽ 1/4 ടീസ്പൂൺ മതിയാവും. ഇനി 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വരാനാണ് ഇങ്ങനെ പഞ്ചസാര കൂടി ചേർത്തിളക്കുന്നത്. ഈസ്റ്റും പഞ്ചസാരയും നന്നായി ഇളക്കി കട്ട കെട്ടാതെ അലിയിച്ചെടുക്കണം. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ പച്ചരി അരയ്ക്കുന്ന കൂടെ തന്നെ ചേർത്ത് അരച്ചാൽ മതി. എന്റെ കയ്യിലുള്ളത് ഡ്രൈഡ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ് ചെയ്യുന്നത്. ഒരു 10-15 മിനിറ്റോളം എടുക്കും ഈസ്റ്റ് റെഡിയായി വരാൻ. ഈസ്റ്റിന്റെ ക്വാളിറ്റിയുടെ അനുസരിച്ചാണ് സമയത്തിൽ വ്യത്യാസം വരുന്നത്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റിവെക്കാം. ഈ ഒരു ഗ്ലാസ് ആണ് ഞാൻ ഇവിടെ അളവിനായി എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് സാധാരണ പച്ചരി 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി കഴുകിയെടുത്തതാണിത്. പച്ചരി നല്ലവണ്ണം കുതിർത്തെടുത്താൽ മാത്രമേ നല്ല മയത്തിൽ അരഞ്ഞു കിട്ടുകയുള്ളൂ. നല്ല മയത്തിൽ അരച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ചോറാണ്. കപ്പി കുറുക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ചോറ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ആദ്യം മിക്സിയുടെ വലിയ ജാറിലേക്ക് പകുതിയോളം പച്ചരി ഇട്ട് കൊടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ സാധാരണ മാവ് ചൂടാകാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നല്ല തണുത്ത വെള്ളത്തിലാണ് അരി അരച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചു നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വെള്ളം ചേർക്കാവൂ. മാവ് അധികം നീണ്ടുപോകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല മയത്തിൽ തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാവ് പൊളിച്ചു പൊങ്ങുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഒരു വലിയ പാത്രമാണ് എടുക്കേണ്ടത്. ഇനി ബാക്കിയിരിക്കുന്ന പച്ചരി കൂടി ഇതുപോലെ അരച്ചെടുക്കാം. അരിക്കൊപ്പം ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഇപ്പം നല്ലവണ്ണം പൊങ്ങി റെഡി ആയിട്ടുണ്ട്. ഒപ്പം നമുക്ക് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ചാറിലുള്ള ബാക്കി മാവ് കൂടി അല്പം വെള്ളം ചേർത്ത് മുഴുവനായിട്ട് നമുക്ക് ഈ മാവിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് വരേണ്ടത്. ഇതിൽ കൂടുതൽ വെള്ളം നീണ്ടുപോയാൽ പാലപ്പം നമുക്ക് നന്നായി കിട്ടത്തില്ല. ഇതിപ്പം രാത്രിയിലാണ് ഞാൻ ഈ മാവ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ വരെ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. മാവിപ്പം പുളിച്ചു പൊങ്ങിയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം മാവ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കാം. തേങ്ങ രാവിലെ അരച്ച് ചേർക്കുമ്പോൾ മാവിന്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ പാലപ്പത്തിന്റെ ടേസ്റ്റും കൂടും. കറിയുടെ ഒന്നും ആവശ്യമില്ല. ഈ അപ്പം ചൂടോടുകൂടി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്.
അരച്ചു ചേർക്കാനായി 1 ഗ്ലാസ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. പച്ചരിയും ചോറും അളന്ന അതേ ഗ്ലാസ് തന്നെയാണിത്. തേങ്ങ അധികം വെള്ളം ചേർക്കാതെ മയത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പത്തിന് ചെറിയ മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനെ മിനിമം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പാലപ്പം ചുട്ടെടുക്കുകയുള്ളൂ. അപ്പോഴേക്കും മാവ് പതഞ്ഞ് പൊങ്ങി റെഡി ആയിട്ടുണ്ടാവും. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി ഈ മാവ് ഇളക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് അപ്പം ചുടാൻ തുടങ്ങാം. ഒരു ഇരുമ്പ് ചട്ടി ചൂടാകാൻ വെക്കാം. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് അല്പം എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ഇപ്പം ചൂടായി. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് കോരി എടുക്കുമ്പോൾ ഇളക്കാതെ ഇതുപോലെ മുകളിൽ നിന്നും കോരി വേണം എടുക്കാനായിട്ട്. ഇനി മാവ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചട്ടി ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയത്തിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പത്തിന്റെ നടുവശം വെന്തിട്ടുണ്ട്. ഒപ്പം സൈഡും നന്നായി മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പച്ചട്ടിയിൽ നിന്നും എടുക്കാം. ഇതേ മാവ് കൊണ്ട് തന്നെ നോൺ സ്റ്റിക് ചട്ടിയിൽ കൂടി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ പാലപ്പമൊക്കെ ചുട്ടെടുത്തു കഴിഞ്ഞു. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം. ഒപ്പം നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത തവണ പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക് യു.